ഞാനിപ്പോൾ BJP പോയതിനെ പറ്റിയിട്ട് കോൺഗ്രസ്സുകാരെപ്പോഴും ഏറ്റവും കൂടുതൽ തന്നെ ഫേസ്ബുക്കിൽ അറ്റാക്ക് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വളർത്തിക്കൊണ്ടുവന്നവരെ തന്നെ നശിപ്പിക്കുക. അതായത് വളർത്തിക്കൊണ്ടുവന്നവരെ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പാരമ്പര്യം. അതിപ്പോൾ കെ കരുണാകരനോടും കാണിച്ചു, ശ്രീ ഉമ്മൻചാണ്ടിയോടും കാണിച്ചു. അദ്ദേഹം വളരെ മനോവേദനയോട് കൂടിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയതെന്ന് ഇന്നലെ എപ്പോഴും കൂടെ നടക്കുന്ന ചെറിയാൻ ഫിലിപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. എനിക്കറിയാം ഇത്രയും വലിയ മഹാന്മാരെ അവർക്ക് ഉപദ്രവിക്കാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല. കാരണം ഇന്നിപ്പോൾ സതീശൻ്റെ കണ്ടു, എന്താ പിന്നെ കുത്തിയവർ ഞങ്ങളെ ഉപദേശിക്കേണ്ട. കാരണം ഞാൻ സതീശനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. അദ്ദേഹമൊക്കെ ബുദ്ധിരാക്ഷസനാണ്. കാരണം അദ്ദേഹം എവിടെ ഇരുന്ന ആളാണെന്നും എങ്ങനെ ഇങ്ങോട്ടേക്ക് കയറിയെന്നും അതൊക്കെ അറിയാവുന്ന ഒരാളും ഞാനാണ്. പക്ഷേ എൻ്റെ ഒരു സംസ്കാരം അത് പറയാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ പാലക്കാട് ഒരു കത്ത് വന്നു എന്ന് പറയില്ലേ, അതൊക്കെ എത്രയോ മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ആ കത്ത് എഴുതി അന്ന് തന്നെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്ത് വിടുന്നത് കോൺഗ്രസ്സുകാരനെ. ഞാനത് പല പ്രാവശ്യം അത് ഫേസ്ബുക്കിലിടണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത്രയും കാലം നിന്ന് വന്നൊരു പ്രസ്ഥാനത്തിന് ഞാനായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലെറ്റർ മാറ്റി വെച്ചതാണ്. അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലെറ്റർ പുറത്ത് വന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ കോൺഗ്രസ്സിനെ നശിപ്പിക്കുന്നത് വേറെ ആരുമല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് എന്താ പറയുക, ഇപ്പോൾ പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഓരോരുത്തർ പറഞ്ഞ മാതിരി പവർ ഗ്രൂപ്പാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ നശിപ്പിക്കുന്നത്. അതിൽ വലിയ വലിയ നേതാക്കന്മാരൊക്കെ നിസ്സഹായം നോക്കി നിൽക്കേണ്ടി വരണം. എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കറിയാം. ഇപ്പോൾ എന്താ പറയേണ്ടത്, KPC പ്രസിഡൻ്റായാലും പലർക്കും എന്നെ സഹായിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സഹായം ആ മുറിയുടെ ഉള്ളിൽ മാത്രമേ ഒതുങ്ങുള്ളൂ. അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മോളിൽ നിന്ന് കണ്ണുരുട്ടും, ചെയ്യണ്ട, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ഹൈക്കമാൻഡിനോടൊരു നീതി സാധാരണ പ്രവർത്തകരോടും നേതാക്കന്മാരോടൊക്കെ വേറെ രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നതിൽ എനിക്കൊരു അതിശയമില്ല. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. കാരണം അന്ന് കെ മുരളീധരനെ തൃശ്ശൂർക്ക് പറഞ്ഞയച്ചതിന് കാരണം ഒരു നേതാവിന് രാജ്യസഭയിൽ നിന്ന് പാർലമെൻറ്റിൽ വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ന്യൂനപക്ഷത്തിലൊരാളെ അവർക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. നോക്കിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ മാറണമില്ല. ഇതാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ എവിടേക്കും പോകാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ ഒരു സഹോദരൻ മാത്രമേ പിന്നെ ഒരു ബാക്കിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ വടകര ശരിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം നിന്ന് ജയിച്ചേനെ. അദ്ദേഹത്തെ തൃശ്ശൂർക്ക് വിട്ടു. അന്ന് ഞാൻ സംസാരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനന്ന് അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അങ്ങോട്ട് വരരുത്, ഇവിടെ എല്ലാവരും മോശമെന്നല്ല ഞാൻ പറഞ്ഞു, ഇവിടെ കുറച്ച് വ്യക്തികളുണ്ട്, അവർ മുരളിയേട്ടനെ ചതിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ, അവരെയും കൂടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാലോ എന്ന് ഞാൻ വിചാരിക്കുക. ഒരു കാരണവശാലും ഞാൻ തൃശ്ശൂർ വരില്ല എന്ന് പറഞ്ഞ ആൾ ഒരു ദിവസം ഞാൻ കാണുന്നത് അദ്ദേഹം തൃശ്ശൂർക്ക് വന്ന് ഇറങ്ങണമാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് മാറിയാൽ അത് ചെയ്യാം ഇത് ചെയ്യാം. ഒരു വാഗ്ദാനങ്ങൾ തരാൻ കോൺഗ്രസിൻ്റെ മാതിരി ആരും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം എൻ്റെ സഹോദരൻ അത് വിശ്വസിക്കും.